കേരളത്തിലെ ബി.ജെ.പിയിലെ രണ്ട് പ്രബല ഗ്രൂപ്പുകളാണ് സുരേന്ദ്രൻ പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും. സുരേന്ദ്രൻ പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും വിഘടിച്ച് നിൽക്കുകയാണ്. പക്ഷേ അതിൽ വിജയിച്ച് കയറിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ തറപറ്റിച്ചിരിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആരാകും സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലി രണ്ട് അഭിപ്രായം ബി.ജെ.പിയിൽ വന്നു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ തയ്യാറായി. ശോഭാ സുരേന്ദ്രനും മത്സരിക്കാൻ തയ്യാറായി. ഇതോടെ ഇന്നലെ വോട്ടെടുപ്പ് നടന്നു ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൽ. അതിൽ സുരേന്ദ്രനെ തോൽപ്പിച്ചിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ 34 വോട്ട് നേടിയപ്പോൾ ബി.ജെ.പി അധ്യക്ഷൻ സുരേന്ദ്രൻ നേടിയത് 22 വോട്ട്. ഇതോടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പായി. കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചിരിക്കുന്നു. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശോഭാ സുരേന്ദ്രന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് മണ്ഡലത്തിൽ പോയാലും ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ അവർക്കാകുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സിപിഎമ്മിന്റെ ഉറച്ച കോട്ടയായ ആലപ്പുഴയിൽ സിപിഎമ്മിന്റെ കോട്ട കൊത്തളങ്ങളെ വിറപ്പിച്ചു കളഞ്ഞു ശോഭാ സുരേന്ദ്രൻ. പല സിപിഎം മേധാവിത്വമുള്ള വാർഡുകളിലും അവർ ഒന്നാമതെത്തിയത് സിപിഎമ്മിനെ ഞെട്ടിച്ചു. അത് ശോഭാ സുരേന്ദ്രന്റെ പ്രത്യേകത തന്നെയാണ്. അവർക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. വോട്ട് വിഹിതം എവിടെ പോയാലും അവർ വർദ്ധിപ്പിക്കും. പാലക്കാട് ബി.ജെ.പി ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ജയിക്കാനുള്ള സാധ്യതകൾ തിരയുകയാണ്. കെ സുരേന്ദ്രന് മത്സരിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. കാരണം പാലക്കാട് വളക്കൂറുള്ള മണ്ണാണ് ബി.ജെ.പിക്ക്. പക്ഷേ കെ സുരേന്ദ്രനെ ശോഭാ സുരേന്ദ്രൻ തോൽപ്പിച്ചിരിക്കുന്നു. കുമ്മനം രാജശേഖരന്റെ അധ്യക്ഷതയിലാണ് വോട്ടെടുപ്പ് നടന്നത്. ശോഭാ സുരേന്ദ്രൻ അനുകൂലികളെ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ സുരേന്ദ്രൻ പക്ഷം ശ്രമിച്ചുവെന്ന ആരോപണമുണ്ടായി. പക്ഷേ അനുകൂലികൾ എത്രയൊക്കെ മാറിയിട്ടും ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് കയറിയിരിക്കുന്നു. ഇതോടെ പാലക്കാട് ബി.ജെ.പി ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രന് വലിയൊരു ദൌത്യമാണ് നൽകിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും ബി.ജെ.പിയെ വെട്ടിലാക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ പി.വി. അൻവർ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പിണറായിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. പി.വി. അൻവർ ചെറിയ മീനല്ലെന്നും വമ്പൻ സ്രാവാണെന്നും പിണറായി വിജയനെ ലാക്കാക്കുന്നത് അദ്ദേഹത്തെ തകർക്കാനാണെന്നും ഒക്കെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് സിപിഎം വൃത്തങ്ങളെയും സന്തോഷിപ്പിച്ചു. പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടമാണ് ഇ. ശ്രീധരൻ ബി.ജെ.പിക്ക് വേണ്ടി നടത്തിയത്. പക്ഷേ ഇപ്പോ പാലക്കാട് ആകെ മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടിയ മേൽക്കൈ പാലക്കാട് ആവർത്തിച്ചാൽ അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു കയറും എന്ന ആത്മവിശ്വാസം ബി.ജെ.പിക്കുണ്ട്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. കെ സുരേന്ദ്രൻ എത്രയൊക്കെ പാലം വലിച്ചാലും ശോഭാ സുരേന്ദ്രൻ ഒരു മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് പമ്പൻ മുന്നേറ്റം നടത്തുന്ന കാഴ്ചയാണ് കാലാകാലങ്ങളായി കേരളം കാണുന്നത്. ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം, ശോഭാ സുരേന്ദ്രന്റെ ജനകീയത ഇതൊക്കെ ശ്രദ്ധേയമാണ്. കെ സുരേന്ദ്രന് ഇല്ലാതെ പോകുന്നതും അതാണ്. കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനും പലവിധത്തിലുള്ള വഴികൾ തേടുന്നുണ്ട് കേന്ദ്ര നേതൃത്വം. വി. മുരളീധരനാണ് കെ സുരേന്ദ്രൻ എക്കാലവും ഗോഡ്ഫാദറായി നിന്നിട്ടുള്ളത്. ഇപ്പോൾ വി. മുരളീധരന് കേരളത്തിന്റെ ചുമതലയില്ല. കെ സുരേന്ദ്രനെ മാറ്റിക്കഴിഞ്ഞാൽ ബി.ജെ.പി അധ്യക്ഷയായി ശോഭാ സുരേന്ദ്രനെ അവരോധിക്കാൻ വരെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടെടുപ്പിൽ കെ സുരേന്ദ്രനെ മലർത്തിയടിച്ചിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുമെന്നുള്ളത് ഉറപ്പായി. പാലക്കാട് സിപിഎം സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. എ. വി. ഗോപിനാഥോ നികേഷ് കുമാറോ ആയിരിക്കും സിപിഎം സ്ഥാനാർത്ഥി എന്നാണ് സൂചന. എന്തായാലും പാലക്കാട് വീണ്ടും ശക്തമായ പോരാട്ടത്തിന് കളമൊരുങ്ങും.